Let's pray again to begin. Thank you, Lord, for this day that you have created. കർത്താവെ, ഇന്ന് അങ്ങ് സൃഷ്ടിച്ച ഈ ദിവസത്തിനായിട്ട് നന്ദി. Give us humble and listening hearts to receive your word. ഞങ്ങൾക്ക് താഴ്മയുള്ളതും അങ്ങേ കേൾക്കുന്നതുമായിട്ടുള്ള ഹൃദയം തരണമേ, അങ്ങയുടെ വചനം കേൾക്കേണ്ടതിന്. In Jesus' name, amen. യേശുവിന്റെ നാമത്തിൽ ആമേൻ. So one problem that many young people today in the world struggle with is pride. ഇന്ന് പല ചെറുപ്പക്കാരും ലോകത്തിൽ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം നിഗളമാണ്. The culture of the world will tell you that it is a good thing to be proud in yourself. ഈ ലോകത്തിന്റെ സംസ്കാരം പറയുന്നത് നിങ്ങളിൽ തന്നെ നിങ്ങൾ അഭിമാനമുള്ളവരായിട്ട് അഹങ്കാരമുള്ളവരാണെങ്കിൽ അത് നല്ല ഒരു കാര്യമാണെന്ന്. To stand up for your own right. നിങ്ങളുടെ തന്നെ അവകാശങ്ങൾക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുന്നത്. To be confident in yourself. നിങ്ങൾ തന്നെ ധൈര്യമുള്ളവരായിരിക്കുന്നത്. You can do everything with your own strength. നിങ്ങളുടെ തന്നെ ശക്തി കൊണ്ട് എല്ലാം ചെയ്യുവാൻ കഴിയും. You can get to the top if you just work hard in your own strength. നിങ്ങൾക്ക് നിങ്ങളുടെ ശക്തിയിൽ നിങ്ങൾ പരിശ്രമിച്ചാൽ ഏറ്റവും ഉയരത്തിലെത്താൻ കഴിയും. And we see in the world today that a lot of the pursuit is selfish ambition. നമ്മൾ ഈ ലോകത്തിൽ ഇപ്പോൾ കാണുന്നത് ഇവിടുത്തെ എല്ലാ ഉദ്ദേശങ്ങളും അത് സ്വാർത്ഥ ഉദ്ദേശങ്ങളാണ്. And if they're not able to get to the top, then they are jealous of somebody who is there. അവർക്ക് ഉയരത്തിലെത്താൻ കഴിയുന്നില്ലെങ്കിൽ അവിടെ എത്തിച്ചേർന്ന മറ്റുള്ളവരോടുള്ള അസൂയ ആണ്. And this is what you see if you want to be the best in sports or the best in making money or the best in academics in school. ഇത് ഒക്കെയാണ് നമ്മൾ കാണുന്നത്. നാം സ്കൂളിൽ ഏറ്റവും നല്ല കുട്ടിയായിരിക്കാൻ ആഗ്രഹിക്കുമ്പോൾ സ്പോർട്സിലും അങ്ങനെ ഓരോ മേഖലയിലും ഏറ്റവും നല്ലതായിട്ടിരിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ഉണ്ടാകുന്നത് ഈ കാര്യമാണ്. And in James chapter 3, the Bible calls this the wisdom of the world. യാക്കോബ് 3-ാം അധ്യായത്തിൽ ബൈബിൾ ഇതിനെ ഈ ലോകത്തിന്റെ ജ്ഞാനം എന്നാണ് പറയുന്നത്. And it says the wisdom of this world is jealousy and selfish ambition, and it calls it demonic. ഈ ലോകത്തിന്റെ ജ്ഞാനം അസൂയയും സ്വാർത്ഥ ലക്ഷ്യവുമാണ്, അതിനെ പൈശാചികമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. And if we're not careful, that same attitude can come into us and into us in the church. നാം ശ്രദ്ധയുള്ളവരല്ലെങ്കിൽ ഇതേ മനോഭാവം നമുക്കും സഭയിലുള്ള നമ്മൾക്ക് പോലും നമുക്കും ഉണ്ടായിരിക്കാം. In our relationship with our parents, നമ്മുടെ മാതാപിതാക്കളോടുള്ള നമ്മുടെ ബന്ധത്തിൽ, in our relationship with our friends, the jealousy, നമ്മുടെ സുഹൃത്തുക്കളോടുള്ള ബന്ധത്തിൽ അസൂയ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. even in our relationship with older brothers, നമ്മുടെ മുതിർന്ന സഹോദരന്മാരുമായിട്ടുള്ള ബന്ധത്തിൽ പോലും the attitude of I know what's best for me. ഈ മനോഭാവമാണ് എനിക്ക് ഏറ്റവും നല്ലതെന്ന് എനിക്ക് തന്നെ അറിയാം. Daddy and mommy don't understand today's culture. എന്റെ ഡാഡിക്കും മമ്മിക്കും ഇന്നത്തെ സംസ്കാരം ഒന്നും മനസ്സിലാകില്ല. They're too old fashioned. അവര് പഴയ തലമുറക്കാരാണ്. And so you get into arguments. അങ്ങനെ നിങ്ങൾ വാഗ്വാദത്തിൽ ഏർപ്പെടും. And you say, you're saying with your spirit, I am more important. നിങ്ങളുടെ ആത്മാവിൽ പറയുന്നത് എന്താണ്? ഞാനാണ് കൂടുതൽ പ്രധാനമുള്ളവൻ. There's one thing a godly man once said that every young person should say. ഒരു ദൈവഭക്തനായ മനുഷ്യൻ ഒരിക്കൽ പറഞ്ഞു, എല്ലാ ചെറുപ്പക്കാരും പറയേണ്ട ഒരു കാര്യമുണ്ട്. I am young, I am foolish, and I know almost nothing. ഞാൻ ചെറുപ്പമാണ്, ഞാൻ ഭോഷനാണ്, എനിക്ക് ഒന്നും തന്നെ അറിയില്ല. And therefore I will submit to my elders. അതുകൊണ്ട് ഞാൻ എൻ്റെ മൂപ്പന്മാർക്ക് കീഴടങ്ങിയിരിക്കും. If you turn with me to Lamentations chapter 3, Lamentations chapter 3 verse 25 onwards, I'm going to be reading. നമുക്ക് വിലാപങ്ങളുടെ പുസ്തകം 3:25 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. The Lord desires that we don't rely on our own strength, but we seek him constantly. കർത്താവ് നമ്മുടെ തന്നെ ശക്തിയിൽ ആശ്രയിക്കാതെ തന്നെ എപ്പോഴും തേടണം എന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. Verse 25, the Lord is good to those who wait for him, to the person who seeks him. 25-ാം വാക്യം, തന്നെ കാത്തിരിക്കുന്നവർക്കും തന്നെ അന്വേഷിക്കുന്നവർക്കും കർത്താവ് നല്ലവൻ. Verse 26, it is good that he waits silently for the salvation of the Lord. കർത്താവിന്റെ രക്ഷയ്ക്കായി മിണ്ടാതെ കാത്തിരിക്കുന്നത് നല്ലത്. Have you thought about just being silent and not talking and expressing your opinion? നിങ്ങൾ ഈ കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? നിശബ്ദനായിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാതെ സംസാരിക്കാതിരിക്കുന്നതിനെ കുറിച്ച്. Instead of winning an argument against your parents
or against your friends, have you said, I'm going to silently wait on the Lord? നിങ്ങളുടെ മാതാപിതാക്കൾക്ക് എതിരായോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കെതിരായോ ഒരു വാദം ജയിക്കുന്നതിന് പകരമായിട്ട് ഞാൻ ഇവിടെ മിണ്ടാതിരിക്കാൻ പോകുന്നു എന്ന് പറയുന്നത്? It is good for a young person to be silent and listen to the Lord. ഒരു ചെറുപ്പക്കാരനെ സംബന്ധിച്ചും മിണ്ടാതെ ഇരുന്ന് കർത്താവിനെ കേൾക്കുന്നത് അത് നല്ലതാണ്. Verse 27, it is good for a man or a woman that they should bear the yoke in their youth. 27ാമത്തെ വാക്യം, ബാല്യത്തിൽ നുകം ചുമക്കുന്നത് ഒരു പുരുഷന് നല്ലത്. Verse 28, let him sit alone and be silent, since God has laid this yoke on him. 28ാമത്തെ വാക്യം, അവൻ അത് അവന്റെ മേൽ വെച്ചിരിക്കുന്നത് കൊണ്ട് അവൻ തനിച്ച് മൗനമായിരിക്കട്ടെ. This is how we must start each day, sitting alone and being silent. ഇതായിരിക്കണം നാം ഓരോ ദിവസവും തുടങ്ങുന്നത്, വെറുതെ മിണ്ടാതെ ഇരുന്ന് നിശബ്ദനായിട്ട് ഇരിക്കുന്ന രീതി. This is what a young person needs to do to take the yoke of Jesus on them. യേശുവിന്റെ നുകം ഒരു ചെറുപ്പക്കാരൻ അവന്റെ മേൽ ഏൽക്കുന്നത് ഇതുപോലെയാണ്. When your parents or an elder tells you to correct you or tells you to do something, will you sit alone and be silent and take the yoke that the Lord is putting on you? നിങ്ങളുടെ മാതാപിതാക്കളോ മൂപ്പരോ എന്തെങ്കിലും നിങ്ങളോട് ചെയ്യാൻ ആവശ്യപ്പെടുമ്പോൾ നിങ്ങൾ അവിടെ മിണ്ടാതെ ഇരുന്ന് ആ യേശുവിന്റെ നുകം നിങ്ങൾ ഏൽക്കുമോ? If you take this yoke, Jesus has promised you rest for your soul. ഈ നുകം നിങ്ങൾ ഏൽക്കുകയാണെങ്കിൽ യേശു നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ ആത്മാവിന് സ്വസ്ഥതയാണ്. Everything inside you will want to stand up and speak up and express your opinion. നിങ്ങളുടെ എല്ലാം പറയുന്നത് എഴുന്നേറ്റ് നിന്ന് സംസാരിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളെ പ്രകടിപ്പിക്കുക എന്നാണ്. But the only thing you will win is the argument. എന്നാൽ നിങ്ങൾ ജയിക്കുന്ന ഒരേ ഒരു കാര്യം ആ വാദം മാത്രമാണ്. And you would have missed out the blessing of submitting to the authority God has ordained in your life. എന്നാൽ നിങ്ങളുടെ മേൽ ദൈവം വെച്ചിരിക്കുന്ന അധികാരങ്ങൾക്ക് കീഴടങ്ങുന്നതിലൂടെയുള്ള അനുഗ്രഹം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകും. Even if they are wrong, there is a blessing in submitting to that authority. അവര് പറയുന്നത് തെറ്റായിരുന്നാൽ കൂടി അതിൽ കീഴടങ്ങിയിരിക്കുന്നതിൽ ഒരു അനുഗ്രഹമുണ്ട്. When I was around your age, between 14 and 30, I disagreed with many things my parents said to me. ഞാൻ നിങ്ങളുടെ പ്രായത്തിലൊക്കെ ആയിരുന്നപ്പോൾ 14 മുതൽ 30 വരെയുള്ള പ്രായത്തിൽ എന്റെ മാതാപിതാക്കൾ എന്നോട് പറഞ്ഞ പല കാര്യങ്ങളിലും ഞാൻ വിയോജിച്ചു. But now when I'm in my late 40s, I realize that 90% of the things that they said to me were actually 95% of the things they said to me, they were actually right. എന്നാൽ ഇപ്പോൾ ഞാൻ എൻ്റെ 40കളുടെ അവസാനത്തിലായിരിക്കുമ്പോൾ ഞാൻ കണ്ടെത്തിയ കാര്യം, അവര് എന്നോട് പറഞ്ഞ 95% കാര്യങ്ങളും അവരായിരുന്നു ശരി. And maybe in 10 years I'll realize the other 10% they were also right. ഇനി ഒരു 10 വർഷങ്ങളിൽ കഴിയുമ്പോൾ ബാക്കി 10%-ലും അവര് തന്നെ ആയിരിക്കും ശരിയെന്ന് ഞാൻ കണ്ടെത്തിയേക്കാം. But even if there was one thing they were wrong about in correcting me or asking me to do something, എന്നാൽ അതിൽ ഒരു കാര്യത്തിൽ എങ്കിലും അവര് എന്നെ കറക്റ്റ് ചെയ്ത കാര്യത്തിൽ അവര് തെറ്റിപ്പോയെങ്കിലും I would have missed out on the blessing of submitting to that imperfect authority. ആ അപൂർണമായിട്ടുള്ള അധികാരത്തിന് കീഴടങ്ങുന്നതിലുള്ള ആ അനുഗ്രഹം എനിക്ക് നഷ്ടപ്പെട്ടു പോയേനെ. Verse 29 says, let him put his mouth in the dust, and perhaps then there will be hope for him. 29ാമത്തെ വാക്യം പറയുന്നത്, അവൻ തന്റെ മുഖത്തെ പൊടിയോളം താഴ്ത്തട്ടെ, പക്ഷേ പ്രത്യാശ ശേഷിക്കും. Brothers and sisters, if you want hope in your Christian life, start by putting your mouth in the dust. That's where your hope will come from. സഹോദരന്മാരെ, നിങ്ങൾക്ക് ക്രിസ്തീയ ജീവിതത്തിൽ പ്രത്യാശ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ തുടങ്ങേണ്ടത് നിങ്ങളുടെ മുഖം പൊടിയിൽ താഴ്ത്തിയാണ്. Verse 30, let him give his cheek to the smiter. Let him be filled with reproach. Let us examine and probe our ways, and let us return to the Lord. 30ാം വാക്യം, തന്നെ അടിക്കുന്നവന് അവൻ കവിൾ കാണിക്കട്ടെ, അവൻ വേണ്ടുവോളം നിന്നെ അനുഭവിക്കട്ടെ, കർത്താവ് എന്നേക്കും തള്ളിക്കളയുകയില്ലല്ലോ. Who is our example? Who is the best example in putting their mouth in the dust and submitting to their authority? ആരാണ് നമുക്ക് ഏറ്റവും നല്ല മാതൃക, തന്റെ മുഖം പൊടിയിൽ ആഴ്ത്തി അധികാരങ്ങൾക്ക് കീഴടങ്ങുന്നതിനൊക്കെ? You won't believe, but it is Jesus Christ. നിങ്ങളത് വിശ്വസിക്കില്ലായിരിക്കും, എന്നാൽ അത് യേശുക്രിസ്തുവാണ്. Turn to me to Luke chapter 2, verse 51 and 52. ലൂക്കോസ് 2:51-52 വാക്യങ്ങളിലേക്ക് തിരിയാം. And this is Jesus when he was your age. നിങ്ങളുടെയൊക്കെ പ്രായത്തിൽ ഉണ്ടായിരുന്നപ്പോൾ ഉള്ള യേശുവാണിത്.
This is what Jesus did between the age of 12 and 30. 12 വയസ്സിനും 30 വയസ്സിനും ഇടയിൽ യേശു ചെയ്തിരുന്ന കാര്യങ്ങളാണ് ഇത്. He says, verse 51, he went down from Nazareth, he continued in subjection to them. 51 വാക്യത്തിൽ പറഞ്ഞത്, പിന്നെ അവരോടുകൂടെ ഇറങ്ങി നസറത്തിൽ വന്ന് അവർക്ക് കീഴടങ്ങിയിരുന്നു. Now, were his parents perfect? അവന്റെ മാതാപിതാക്കൾ പൂർണ്ണരായിരുന്നോ? No, they were not. ഇല്ല, അവർ പൂർണ്ണരായിരുന്നില്ല. Maybe one time his mother would have told him, what you did, way you spoke to that other child was a little bit rude. You need to go apologize. ഒരുപക്ഷെ അമ്മ ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞിരിക്കാം, നീ ആ മറ്റേ കുട്ടിയോട് സംസാരിച്ചത് അത് മോശമായ രീതിയിലാണ്, നീ പോയി അവനോട് ക്ഷമ പറയണമെന്ന്. Jesus could have said, don't you know I'm the son of God, there's no sin in me? യേശുവിന് ഇങ്ങനെ പറയാൻ കഴിയുമായിരുന്നു, നിനക്കറിയാമോ ഞാൻ ദൈവപുത്രനാണ്, എന്നിൽ പാപമില്ല എന്ന്. And even though there was nothing wrong in what he did and he didn't sin, I believe he would have submitted to his parents and done what they told him and obeyed his parents. യേശു ചെയ്തതിൽ ഒരു പാവവും ഇല്ലാതെ ഇരിക്കെ തന്നെയും തന്റെ മാതാപിതാക്കൾ പറഞ്ഞ കാര്യം അതിന് കീഴ്പ്പെട്ട് അവർ പറഞ്ഞതുപോലെ അനുസരിച്ചിരിക്കുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. Even though they were wrong and he was right. അവര് തെറ്റിപ്പോവുകയും യേശു ശരിയായിരിക്കുകയും ചെയ്ത സമയത്ത് പോലും. And if he was able to submit to imperfect authority, what excuse do we have? യേശുവിന് അപൂർണരായിട്ടുള്ള അധികാരത്തിന് കീഴടങ്ങാൻ കഴിയുമെങ്കിൽ നമുക്ക് എന്ത് ന്യായീകരണമാണുള്ളത്? And verse 52 says, and Jesus kept increasing in wisdom and stature and in favor with God and men. 52 വാക്യം പറയുന്നത്, യേശുവോ ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും കൃപയിലും മുതിർന്നു വന്നു. So here it says Jesus was increasing in wisdom. ഇവിടെ പറയുന്നത് യേശു ജ്ഞാനത്തിൽ വളർന്നു വന്നു. This is the wisdom of heaven that Jesus increased in by submitting to his parents. ഇതാണ് സ്വർഗീയ ജ്ഞാനം യേശു തന്റെ മാതാപിതാക്കൾക്ക് കീഴടങ്ങുന്നതിലൂടെ അത് യേശുവിന് കൂടുതലായിട്ട് ലഭിച്ചത്. Not the wisdom of the world, which is selfish ambition and jealousy. ഈ ലോകത്തിന്റെ ജ്ഞാനമല്ല, അത് അസൂയയും സ്വാർത്ഥ ലക്ഷ്യമാണ്. Not the wisdom of being so smart in all the subjects. എല്ലാ വിഷയങ്ങളിലും വളരെ സമർത്ഥനായിരിക്കുന്നത് ആ ഒരു ജ്ഞാനവുമല്ല. The wisdom of submitting to the authority that the Lord had placed in his life. തന്റെ മേൽ ദൈവം വെച്ചിരിക്കുന്ന അധികാരങ്ങൾക്ക് കീഴടങ്ങുന്നതിലൂടെയുള്ള ആ ജ്ഞാനം. If you turn back to James chapter 3, we can see how God defines the wisdom from heaven. നാം യാക്കോബ് 3 തിരിയുകയാണെങ്കിൽ ദൈവം സ്വർഗീയ ജ്ഞാനത്തെ പറയുന്നതിനെ കുറിച്ച് നമുക്ക് കാണാം. Verse 16 says, where jealousy and selfish ambition says there's disorder in every evil thing. 16 വാക്യം പറയുന്നത്, ഈർഷ്യയും ശാഠ്യവും ഉള്ളിടത്ത് കലക്കവും സകല ദുഷ്പ്രവൃത്തിയുമുണ്ട്. And the previous verse says this is the earthly wisdom, but it is demonic. അതിനു മുമ്പുള്ള വാക്യം പറയുന്നത് ഇത് ഉയരത്തിൽ നിന്ന് വരുന്ന ജ്ഞാനമല്ല, ഭൗമികവും പ്രാകൃതവും പൈശാചികവും അത്രേ. But the next verse 17 says the wisdom from above is pure, peaceful, gentle, reasonable, full of mercy, good fruits, unwavering and without hypocrisy. 17ാമത്തെ വാക്യം പറയുന്നത്, ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമോ ഒന്നാമത് നിർമ്മലവും പിന്നെ സമാധാനവും ശാന്തതയും അനുസരണവുമുള്ളതും കരുണയും സൽഫലവും നിറഞ്ഞതും പക്ഷപാതവും കപടവുമില്ലാത്തതുമാകുന്നു. This is the wisdom that Jesus increased in by submitting to the imperfect authority. ഈ ഒരു ജ്ഞാനത്തിലാണ് യേശു വളർന്നു വന്നത്, അപൂർണമായിട്ടുള്ള അധികാരങ്ങൾക്ക് കീഴടങ്ങുന്നതിലൂടെ. And this is the way we must listen to God every day, to submit, to wait on him so that he will speak to us. ഇതുപോലെയാണ് നാം എല്ലാ ദിവസവും കർത്താവിന് കീഴടങ്ങി കർത്താവിന് കാത്തിരുന്ന് നമ്മളോട് സംസാരിക്കുവാനായിട്ട് കാത്തിരിക്കേണ്ടത്. Turn with me to Habakkuk chapter 2. ഹബക്കുക്ക് 2-ാം അധ്യായത്തിലേക്ക് തിരിയുക. And verse 1. What should I do? What should I be waiting to listen from the Lord? ഞാൻ കർത്താവിൽ നിന്നും എന്ത് കേൾക്കുവാനായിട്ടാണ് കാത്തിരിക്കേണ്ടത്? Think of this as every morning you want to spend time with God and listen to what he has to say to you. നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുക, നിങ്ങൾ എല്ലാവരും കർത്താവിനെ കേൾക്കുവാനായിട്ട് കാത്തിരിക്കുകയാണ്. It says, I will stand, verse 1, I will stand on my guard post and station myself on the rampart, and I will keep watch to see what the Lord will speak to me. 1-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ഞാൻ കൊത്തളത്തിൽ നിന്ന് കാവൽ കാത്തുകൊണ്ട് അവൻ എന്നോട് എന്ത് അരുളി ചെയ്യും എന്നും എന്റെ ആവലാതി സംബന്ധിച്ചും ഞാൻ എന്ത് ഉത്തരം പറയേണ്ടു എന്നും കാണേണ്ടതിന് ദൃഷ്ടി വയ്ക്കും. And how I may reply when I am reproved. The last part of the verse, sorry. എന്തുത്തരം പറയേണ്ടു എന്നും കാണേണ്ടതിന് ദൃഷ്ടി വയ്ക്കും.
So I'm listening to the Lord for something that he wants to correct me about. ഞാൻ കർത്താവിനെ കേൾക്കുന്നത് കർത്താവ് എന്നെ തിരുത്തുന്ന ഒരു കാര്യം കേൾക്കുന്നതിന് വേണ്ടിയാണ്. Turn with me to another verse, Isaiah chapter 50. മറ്റൊരു വാക്യത്തിലേക്ക് തിരിയാ, യെശയ്യാവ് 50-ാം അധ്യായം. You know, we hear this, we've heard in our church that we must pray without ceasing. നാം നമ്മുടെ സഭയിൽ കേൾക്കുന്നുണ്ടല്ലോ, നാം ഇടവിടാതെ പ്രാർത്ഥിക്കണമെന്ന്. What does it mean to pray all the time? എല്ലാ സമയത്തും പ്രാർത്ഥിക്കുക എന്നുള്ളത് എന്തുകൊണ്ട് അർത്ഥം എന്താണ്? This verse helps me understand that. ഈ വാക്യം അതെന്നെ മനസ്സിലാക്കി തരുന്നു. Isaiah 50 verse 4, the Lord has given me the tongue of disciples that I may know how to sustain the weary one with the word. First part. യെശയ്യാവ് 50:4, തളർന്നിരിക്കുന്നവനെ വാക്കുകൊണ്ട് താങ്ങുവാൻ അറിയേണ്ടതിന് യഹോവയായ കർത്താവ് എനിക്ക് ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നു. ആദ്യത്തെ ഭാഗം. But before I can encourage somebody else, what must I do? ഞാൻ മറ്റൊരാളെ ഉത്സാഹിപ്പിക്കുന്നതിന് മുമ്പ് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? The last part of this verse is, it says, he awakens me morning by morning. He awakens my ear to listen as a disciple. അതിന്റെ ആ വാക്യത്തിന്റെ പിന്നെയുള്ള ഭാഗം പറയുന്നത്, അവൻ രാവിലെ തോറും ഉണർത്തുന്നു, ശിഷ്യന്മാരെ പോലെ കേൾക്കേണ്ടതിന് അവൻ എന്റെ ചെവി ഉണർത്തുന്നു. So it is not your alarm clock that is waking you every day. നിങ്ങളുടെ അലാം ക്ലോക്ക് അല്ല നിങ്ങളെ എല്ലാ ദിവസവും ഉണർത്തുന്നത്. If you wake up with some stomach pain, it is not the indigestion that is waking up in the night. നിങ്ങൾ ഒരു So if you wake up with some pain in your stomach in the night, it is not that pain which is waking you up. നിങ്ങൾക്ക് രാത്രിയിൽ ഒരു വയറുവേദനയുടെ കാരണം കൊണ്ട് നിങ്ങൾ ഉണർത്തുകയാണെങ്കിൽ ആ വയറുവേദനയല്ല നിങ്ങളെ ഉണർത്തിയത്. It is the Lord who is waking you up. അത് കർത്താവാണ് നിങ്ങളെ ഉണർത്തുക. Because it says the Lord is awakening me every morning. കാരണം ഇവിടെ പറയുന്നത് കർത്താവ് എന്നെ ഓരോ രാവിലെയും ഉണർത്തുന്നു. And why does he wake me up? എന്തിനാണ് കർത്താവ് എന്നെ ഉണർത്തുന്നത്? He wakes me up so that I can listen with the ear of a disciple. ഞാൻ ശിഷ്യന്റെ ചെവി കൊണ്ട് കേൾക്കേണ്ടതിനാണ് അവൻ എന്നെ ഉണർത്തുന്നത്. And so I think of it like making a phone call. അതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നത് ഒരു ഫോൺ കോൾ ചെയ്യുന്നത് പോലെയാണ്. I make a phone call to God. He answers and I'm ready to listen. ഞാൻ ദൈവത്തിന് ഒരു ഫോൺ കോൾ നടത്തുന്നു, കർത്താവ് അതിന് മറുപടി പറയുന്നു, ഞാൻ അത് കേൾക്കുവാൻ തയ്യാറായിരിക്കുന്നു. And that's what prayer is. Prayer is just that phone call to God. അതാണ് പ്രാർത്ഥന. പ്രാർത്ഥന എന്നുള്ളത് ദൈവവുമായിട്ടുള്ള ഒരു ഫോൺ കോൾ ആണ്. Some of you who are in college, have you ever called up your friends? നിങ്ങൾ കോളേജിൽ പഠിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാരെ വിളിക്കാറുണ്ടല്ലോ. Or you do a video call? അല്ലെങ്കിൽ നിങ്ങൾ ഒരു വീഡിയോ കോൾ നടത്തുമല്ലോ. And then you're doing homework together? നിങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഹോംവർക്ക് ചെയ്യാറുണ്ടല്ലോ. And sometimes you just leave the call running. ചിലപ്പോൾ ആ കോള് അങ്ങനെ നടക്കുവാനായിട്ട് നിങ്ങൾ അനുവദിച്ചുകൊണ്ടിരിക്കും. And sometimes you have to say something to the other person and you say something. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും മറ്റു വ്യക്തിയോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അന്നേരം നിങ്ങൾ അത് പറയും. And sometimes they say something to you and you listen. കുറച്ച് സമയം കഴിയുമ്പോൾ അവര് നിങ്ങളോട് എന്തെങ്കിലും പറയും, അത് നിങ്ങൾ കേൾക്കും. But many times it's just quiet and you're doing your work. എന്നാൽ മിക്കവാറുമുള്ള സമയങ്ങളിൽ നിങ്ങൾ രണ്ടുപേരും നിശബ്ദരായിട്ട് നിങ്ങളുടെ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. But you have not hung up the phone call. You're still connected to that person. എന്നാൽ ആ ഫോൺ കോൾ അവസാനിപ്പിച്ചിട്ടില്ല, നിങ്ങൾ ഇപ്പോഴും മറ്റേ വ്യക്തിയുമായിട്ട് കണക്റ്റഡ് ആണ്. That's what it means to pray all the time. You're not hanging up the phone call with God throughout the day. അതാണ് എപ്പോഴും പ്രാർത്ഥിക്കുക എന്നുള്ളതുകൊണ്ട് അർത്ഥമാക്കുന്നത്, ദൈവവുമായിട്ട് ഉള്ള ആ ബന്ധത്തിൽ എപ്പോഴും ആയിരിക്കുന്നത്. This is what it means to pray at all times. ഇതാണ് എപ്പോഴും പ്രാർത്ഥിക്കുക എന്നുള്ളതുകൊണ്ട് അർത്ഥമാക്കുന്നത്. So today I want to share a little bit about the example I see on dependence on the Lord from the life of David. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ ആഗ്രഹിക്കുന്നത് കർത്താവിലുള്ള ആശ്രയം ഈ ദാവീദിന്റെ ജീവിതത്തിൽ നിന്നുള്ള ചില കാര്യങ്ങളാണ്. In Psalms chapter 5 verse 3, സങ്കീർത്തനം 5:3 വാക്യം, David says, "In the morning, O Lord, you will hear my voice. In the morning, I will order my prayer to you and eagerly watch." ദാവീദ് പറയുന്നത്, കർത്താവേ, രാവിലെ എന്റെ പ്രാർത്ഥന കേൾക്കണമേ, രാവിലെ ഞാൻ നിനക്കായി ഒരുക്കി കാത്തിരിക്കുന്നു. So we can see David from a young age as a shepherd, he practiced early morning listening to God's voice and making sure God heard his voice. ദാവീദ് ഒരു ചെറുപ്പക്കാരനായിരുന്ന സമയത്ത് തനിക്കുണ്ടായിരുന്ന ഈ ശീലം അതിരാവിലെ കർത്താവിനോട്
പ്രാർത്ഥിക്കുകയും കർത്താവിൽ നിന്ന് കേൾക്കുകയും ചെയ്യാനായിട്ട് അത് ആ ഒരു ശീലം ഉണ്ടായിരുന്നു. Early in the morning, when he had to take the sheep out, while he was alone with the sheep, the first thing he did in the morning is call up God. അതിരാവിലെ തന്റെ ആടുകളെ പുറത്തു കൊണ്ടുപോകാൻ സമയമാകുമ്പോൾ അതിന് മുമ്പ് ആദ്യമായിട്ട് ദാവീദ് ചെയ്തുകൊണ്ടിരുന്നത് ദൈവത്തെ വിളിക്കുക എന്നുള്ളതായിരുന്നു. And while he was being a shepherd, he spent time with God all day. താൻ ഒരു ഇടയനായിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ദിവസം മുഴുവൻ കർത്താവുമായിട്ട് സമയം ചെലവഴിച്ചുകൊണ്ടിരുന്നു. And then if you turn with me to Psalms 119, വീണ്ടും സങ്കീർത്തനം 119 തിരിയുകയാണെങ്കിൽ verse 148, അതിന്റെ 148 വാക്യം, David says, "My eyes anticipate the night watches that I may meditate on your word." തിരുവചനം ധ്യാനിക്കേണ്ടതിന് എന്റെ കണ്ണ് യാമങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്നു. So in the morning, he started the call with God and he was listening to what God had to say and he was talking to God. രാവിലെ ദൈവവുമായിട്ടുള്ള ആ ഒരു കോൾ തുടങ്ങി, ദൈവത്തോട് കേൾക്കുവാൻ തുടങ്ങി. And in the late night, he was excited to meditate on the word of God that he had heard from God that day. രാത്രിയിൽ വൈകിയും താൻ ദൈവത്തിന്റെ വചനം ധ്യാനിക്കേണ്ടതിന് ആവേശത്തോടെ ആയിരിക്കുന്നു. Brothers and sisters, let me ask you, how do you start your day in the morning when you wake up? സഹോദരി സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, രാവിലെ നിങ്ങൾ ഉണരുമ്പോൾ നിങ്ങളുടെ ദിവസം തുടങ്ങുന്നത് എങ്ങനെയാണ്? Do you grab your phone to look at something? നിങ്ങളുടെ ഫോൺ കയ്യിലെടുത്ത് എന്തെങ്കിലും നോക്കാനാണോ നിങ്ങൾ ശ്രമിക്കുന്നത്? Do you look at Instagram or Facebook? നിങ്ങൾ ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്കോ ആണോ നോക്കുന്നത്? Do you look at your email? നിങ്ങളുടെ ഇമെയിൽ ആണോ ആദ്യം നോക്കുന്നത്? Your work email? നിങ്ങളുടെ ജോലി സംബന്ധമായിട്ടുള്ള ഇമെയിൽ? Your messages? നിങ്ങളുടെ സന്ദേശങ്ങൾ? Do you look at the stock market? നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചാണോ നോക്കുന്നത്? We learned from the example of David that the first thing I must do early in the morning is call up God. ദാവീദിന്റെ മാതൃകയിൽ നിന്ന് നമുക്ക് പഠിക്കാം, ഏറ്റവും ആദ്യം രാവിലെ ചെയ്യേണ്ടത് ദൈവത്തെ വിളിക്കുക എന്നുള്ളതാണ്. What about when I'm lying down on my bed to fall asleep? ഞാൻ എന്റെ കിടക്കയിൽ ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് എന്താണ് ചെയ്യേണ്ടത്? Do I grab my phone and my laptop and do the same things? ഞാൻ എന്റെ ഫോണും ലാപ്ടോപ്പും എടുത്തുകൊണ്ട് ഇതേ കാര്യം ചെയ്യുകയാണോ വേണ്ടത്? Or will I be like David and say, I'm going to excitedly anticipate the night time so I can meditate on the word of God? ദാവീദ് പറഞ്ഞതുപോലെ ഞാൻ രാത്രികാലങ്ങൾക്ക് വേണ്ടി ആവേശത്തോടെ കാത്തിരിക്കുന്നു, കാരണം ദൈവവചനം എനിക്ക് ധ്യാനിക്കാൻ കഴിയേണ്ടതിന്. Young people, be very careful about these night watches. ചെറുപ്പക്കാരായിട്ടുള്ള സഹോദരങ്ങളെ, ഈ രാത്രിയാമങ്ങളെ കുറിച്ച് വളരെ ശ്രദ്ധയുള്ളവരായിരിക്കുക. Your mind is tired, your body is exhausted from the day. നിങ്ങളുടെ മനസ്സ് ക്ഷീണിച്ചിരിക്കുന്നു, നിങ്ങളുടെ ശരീരവും ആ ദിവസത്തെ ഭാരം കൊണ്ട് ക്ഷീണിച്ചിരിക്കുന്നു. And that's when the devil will come for you. ആ സമയത്താണ് പിശാച് നിങ്ങളുടെ അടുക്കൽ വരുന്നത്. But train yourself to meditate on the word of the Lord that you've received that day in the night time. എന്നാൽ നിങ്ങൾ ആ ദിവസം നിങ്ങൾക്ക് ലഭിച്ച ദൈവവചനം ധ്യാനിക്കുന്നതിന് നിങ്ങളെ തന്നെ ശീലിപ്പിക്കുക. And practice doing that every day, all your life. അത് നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ എല്ലാ ദിവസവും ചെയ്യുന്നത് ശീലമാക്കുക. So let's look at the example of David before he became king. നമുക്ക് ദാവീദ് രാജാവാകുന്നതിന് മുമ്പുള്ള ആ മാതൃക നമുക്ക് നോക്കാം. You all know the story of David and Goliath. നിങ്ങൾക്ക് എല്ലാവർക്കും ദാവീദിന്റെയും ഗോലിയാത്തിന്റെയും കഥ അറിയാമല്ലോ. David was a great hero. He was a small guy who defeated the big giant. ദാവീദ് ഒരു ചെറിയ കുട്ടിയായിരുന്ന ദാവീദ് വലിയൊരു മല്ലനെ തോൽപ്പിച്ച് ഒരു വീരപരിവേഷമുള്ള വ്യക്തിയായിരുന്നു. That's the short version of the story. അത് ആ കഥയുടെ ചെറിയ പതിപ്പാണ്. Now let me show you the long version of the story of how that came about. ഞാൻ നിങ്ങൾക്ക് അതിന്റെ വലിയ പതിപ്പ് പറയട്ടെ, അതെങ്ങനെയാണ് സംഭവിച്ചതെന്നുള്ളത്. Turn with me to 1 Samuel chapter 16. എന്നോടുകൂടെ 1 ശമൂവേൽ 16 അധ്യായത്തിലേക്ക് തിരിയുക. In the first part of this chapter, in the second part of verse 1, the Lord says to Samuel, "Fill your horn with oil and go, and I will send you to Jesse the Bethlehemite, for I've selected a king for myself among his sons." അതിന്റെ ആദ്യത്തെ വാക്യത്തിന്റെ അവസാന ഭാഗത്ത് പറയുന്നത്, കൊമ്പിൽ തൈലം നിറച്ച് പുറപ്പെടുക, ഞാൻ നിന്നെ ബത്ലഹേമിനെ ഇശായിയുടെ അടുക്കലയക്കും, അവന്റെ മക്കളിൽ ഞാൻ ഒരു രാജാവിനെ കണ്ടിരിക്കുന്നു എന്ന് കൽപ്പിച്ചു. And verse 4, Samuel did what the Lord said and he came to Bethlehem. നാലാം വാക്യത്തിൽ കർത്താവ് കൽപ്പിച്ചതുപോലെ ശമൂവേൽ ചെയ്തു, ബത്ലഹേമിൽ ചെന്നു. In verse 5, he says, "In peace I have come to sacrifice to the Lord. Consecrate yourselves and come with me to the sacrifice."
And he also consecrated Jesse and his sons and invited them to the sacrifice. 5-ാം വാക്യത്തിൽ ഞാൻ കർത്താവിന് യാഗം കഴിക്കുവാൻ വന്നിരിക്കുന്നു, നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് എന്നോടുകൂടെ യാഗത്തിന് വരുവിൻ എന്ന് പറഞ്ഞു. അവൻ ഇശ്ശായിയെയും അവന്റെ മക്കളെയും ശുദ്ധീകരിച്ച് അവരെയും യാഗത്തിന് ക്ഷണിച്ചു. So you can see Samuel is having a prayer meeting with all the prophets, ഇവിടെ with all the elders. എല്ലാ മൂപ്പന്മാരോടും കൂടെ ചേർന്ന് ഒരു പ്രാർത്ഥനാ യോഗമാണ് ശമൂവേൽ ഉണ്ടാക്കിയിരിക്കുന്നത്. And Samuel has invited Jesse and his sons to the prayer meeting. അതിലേക്ക് ശമൂവേൽ ഇശ്ശായിയെയും മക്കളെയും ക്ഷണിച്ചു. But we know in verse 11 it says, Jesse says, are these all the children? And he said, Samuel says to Jesse, are these all the children? And Jesse said, there remains yet the youngest, behold, he is tending the sheep. 11-ാം വാക്യത്തിൽ നിന്റെ പുത്രന്മാരെല്ലാവരും ആയോ എന്ന് ശമൂവേൽ ചോദിച്ചതിന് അവൻ ഇനി ഉള്ളതിൽ ഇളയവനുണ്ട്, അവൻ ആടുകളെ മേയ്ക്കുകയാകുന്നു എന്ന് പറഞ്ഞു. So we can see that David was not invited and was not at this prayer meeting. നാം ഇവിടെ കാണുന്നത് ദാവീദിനെ ക്ഷണിച്ചില്ലായിരുന്നു, ഈ പ്രാർത്ഥനാ യോഗത്തിലേക്ക് ദാവീദ് ക്ഷണിച്ചില്ലായിരുന്നു. Why? Because David had to be faithful with taking care of the sheep. അതിന്റെ കാരണം എന്തായിരുന്നു? ദാവീദ് ആ ആടുകളെ മേയ്ക്കുന്ന കാര്യത്തിൽ വിശ്വസ്തനായിരിക്കണമായിരുന്നു. Today each of you has some role in your life that you have to do every day. നിങ്ങൾക്ക് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഓരോ ദിവസവും ചെയ്യേണ്ട ഒരു പ്രവൃത്തിയുണ്ട്. Maybe it's studying hard in your studies. അതൊരു പക്ഷേ നിങ്ങളുടെ പഠനത്തിൽ നന്നായി പഠിക്കുക എന്നതായിരിക്കാം. Maybe it's being faithful to the Lord in your workplace. അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി സ്ഥലത്ത് കർത്താവിനോട് വിശ്വസ്തനായിരിക്കുക എന്നുള്ളതായിരിക്കാം. Maybe it's obeying your parents when you don't feel like it. അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് തോന്നുന്നില്ലെങ്കിലും നിങ്ങളുടെ മാതാപിതാക്കളെ അനുസരിക്കുക എന്നുള്ളതായിരിക്കാം. Maybe it's helping your mother in the kitchen with the dishes. അല്ലെങ്കിൽ പാത്രങ്ങൾ കഴുകുന്നതിനും ഒക്കെ ആയിട്ട് നിങ്ങളുടെ മാതാപിതാക്കളെ നിങ്ങളുടെ അമ്മയെ കിച്ചണിൽ സഹായിക്കുന്നതായിരിക്കാം. Helping your father or brother in the church with some help that they need. നിങ്ങളുടെ സഹോദരനെയോ പിതാവിനെയോ സഭയിൽ എന്തെങ്കിലും സഹായത്തിന് സഹായിക്കുകയായിരിക്കാം. This is what, just like David had to take care of the sheep. ദാവീദിന് ആടുകളെ കരുതേണ്ടതുണ്ടായിരുന്നത് പോലെ. Do you know, brothers and sisters, that little task is more important than coming to the meeting? നിങ്ങൾക്കറിയാമോ സഹോദരി സഹോദരന്മാരെ, ആ ചെറിയ പ്രവൃത്തി അതാണ് ഈ മീറ്റിങ്ങിന് വരുന്നതിലും പ്രധാനപ്പെട്ടത്. Of course you should come to the meeting to listen to the Lord. നിങ്ങൾ ദൈവത്തെ ശ്രവിക്കുവാനായിട്ട് മീറ്റിങ്ങിന് തീർച്ചയായിട്ടും വരണം. But much more important than that is for you to be faithful every day with the little task God has assigned to you. എന്നാൽ അതിനേക്കാൾ അധികം പ്രധാനമായിട്ടുള്ള കാര്യം നിങ്ങൾ എല്ലാ ദിവസവും കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ആ ചെറിയ പ്രവൃത്തിയിൽ വിശ്വസ്തനായിരിക്കുക എന്നുള്ളതാണ്. And if you are faithful with that little task, consistently the aroma of Christ will come through you and will be seen by others. ആ ചെറിയ പ്രവൃത്തിയിൽ നിങ്ങൾ തുടർമാനമായിട്ട് വിശ്വസ്തനായി തുടരുകയാണെങ്കിൽ ക്രിസ്തുവിന്റെ സൗരഭ്യം നിങ്ങളുടെ ഉള്ളിൽ വരികയും അത് മറ്റുള്ളവർക്ക് അനുഭവപ്പെടുകയും ചെയ്യും. How do I know this? എങ്ങനെയാണ് എനിക്കത് അറിയാവുന്നത്? You go further in this chapter to verse 17. ഇതിന്റെ വീണ്ടും 17-ാം വാക്യത്തിലേക്ക് പോവുകയാണെങ്കിൽ it says, Saul said to servants, provide me now a man who can play the harp well and bring him to me. ശൗൽ തന്റെ ഭൃത്യന്മാരോട് കിന്നരവായനയിൽ നിപുണനായ ഒരുത്തനെ അന്വേഷിച്ച് കൊണ്ടുവരുവിൻ എന്ന് കൽപ്പിച്ചു. Verse 18, one of the young men said, behold, I've seen the son of Jesse, who is skillful musician, mighty man of valor, a warrior, one prudent in speech, and a handsome man, and the Lord is with him. 18-ാം വാക്യത്തിൽ ബാല്യക്കാരിൽ ഒരുത്തൻ ബെത്ലഹേമിനായ ഇശ്ശായിയുടെ ഒരു മകനെ ഞാൻ കണ്ടിട്ടുണ്ട്. അവൻ കിന്നരവായനയിൽ നിപുണനും പരാക്രമശാലിയും യോദ്ധാവും വാക്ചാതുര്യമുള്ളവനും കോമളനുമാകുന്നു, യഹോവയും അവനോടുകൂടെ ഉണ്ട് എന്ന് പറഞ്ഞു. So you can see David had a reputation from just being a shepherd. ദാവീദ് ഒരു ഇടയനായിരുന്ന സമയത്ത് തന്നെ അവന് ഒരു ബഹുമാനമുണ്ടായിരുന്നു. The people didn't even know his name. ആളുകൾക്ക് അവന്റെ പേര് പോലും അറിയില്ലായിരുന്നു. But they saw there is a man there who is strong as a warrior. എന്നാൽ ആളുകൾ അവിടെ കണ്ടത് അവിടെ പരാക്രമശാലിയായിട്ടുള്ള ഒരു യോദ്ധാവിനെ പോലെയുള്ളവൻ ഉണ്ടെന്ന്. Imagine, by just seeing him as a shepherd taking care of a sheep, they saw that he was strong because he's fighting bears and lions. ഒരു ആട്ടിടയൻ എന്ന നിലയിൽ മാത്രം അവനെ കണ്ടെങ്കിലും അവൻ കരടികൾക്കും സിംഹങ്ങൾക്കും എതിരെ പോയത് കണ്ടപ്പോൾ അവൻ ശക്തനാണെന്നും പരാക്രമശാലിയാണെന്നും അവർക്ക് മനസ്സിലായി. And they saw that he is prudent with his speech.
അതുപോലെ അവർ കണ്ടത് അവന് വാക്ചാതുര്യമുണ്ടെന്ന്. Brothers and sisters, by being faithful with the little thing that the Lord has assigned you, you can have a reputation of being a strong warrior for the Lord. സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്ക് നിങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ചെറിയ കാര്യത്തിൽ വിശ്വസ്തനായിരിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു കർത്താവിന്റെ ശക്തനായിട്ടുള്ള യോദ്ധാവാണെന്നുള്ള ഒരു പേര് ലഭിക്കാൻ കഴിയും. Do you have a reputation of being prudent with your speech? നിങ്ങളുടെ സംസാരത്തിൽ നിപുണൻ ആണെന്നുള്ള ഒരു പേര് നിങ്ങൾക്കുണ്ടോ? Or do you just participate in the gossip and the dirty jokes that people are talking about in the workplace and in school? അതോ നിങ്ങൾ അപവാദങ്ങളിലും അശ്ലീല തമാശകളിലും ഒക്കെ സ്കൂളിലും മറ്റും ഏർപ്പെടുന്ന വ്യക്തിയായിട്ടാണോ നിങ്ങളുടെ പേര്? I can imagine David when he was with other shepherds and they were talking and gossiping, he developed a reputation of being prudent in his speech. എനിക്ക് ഇങ്ങനെ സങ്കല്പിക്കാൻ കഴിയും, മറ്റു ഇടയന്മാരൊക്കെ അവരുടെ അപവാദ പ്രചാരണത്തിലും അശ്ലീല തമാശയിലും ഒക്കെ ഏർപ്പെട്ടപ്പോൾ ദാവീദ് തന്റെ സംസാരത്തിൽ ശ്രദ്ധയുള്ളവനായിരിക്കുവാനായിട്ട് ആ കാര്യത്തിൽ അവൻ ശ്രദ്ധിച്ചു. Not because he was preaching big sermons. അവൻ വലിയ പ്രസംഗങ്ങൾ പ്രസംഗിച്ചതുകൊണ്ടല്ല. Not because he was testifying on the Sunday meeting or on the midweek meeting. ഞായറാഴ്ച മീറ്റിംഗിലോ ഇട ദിവസത്തെ മീറ്റിംഗിലോ സാക്ഷ്യം പറയുന്നത് കൊണ്ടൊന്നുമല്ല. But because as a shepherd they had seen him being prudent in his speech. എന്നാൽ ഒരു ഇടയൻ എന്ന നിലയിൽ അവന്റെ സംസാരത്തിൽ ചാതുര്യമുള്ളവനായിട്ട് അവർ കണ്ടു. This is what it means to be faithful with the little thing God has assigned to you. ഇതാണ് ദൈവം നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ചെറിയ കാര്യത്തിൽ വിശ്വസ്തനായിരിക്കുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. And then as we continue with the story, we see that Saul invites David to come to the palace to play the harp for him. ഈ കഥ തുടരുമ്പോൾ നാം കാണുന്നത് ശൗല് ദാവീദിനെ തന്റെ കൊട്ടാരത്തിൽ കിന്നരം വായിക്കുവാനായിട്ട് ക്ഷണിക്കുന്നതായിട്ടാണ്. So now you can see he's got a promotion. He's now in the king's house. ഇപ്പോൾ ദാവീദിന് ഒരു പ്രൊമോഷൻ ലഭിച്ചു. താൻ രാജാവിന്റെ ഭവനത്തിലാണ് ഇപ്പോൾ ആയിരിക്കുന്നത്. He's in the house of God because God is with the king. രാജാവിന്റെ ദൈവത്തിന്റെ ഭവനത്തിലാണ്, കാരണം ദൈവം രാജാവിനോട് കൂടെയാണ്. And maybe some of you are get a promotion in your workplace or a promotion or get a reward in your school. നിങ്ങൾ ചിലർക്ക് ഒരുപക്ഷെ നിങ്ങളുടെ ജോലി സ്ഥലത്ത് ഒരു പ്രൊമോഷൻ ലഭിക്കുകയോ സ്കൂളിൽ ഒരു സമ്മാനം ലഭിക്കുകയോ ചെയ്തേക്കാം. Or maybe one of the elder brothers in the church invites you to a greater ministry in the church. നിങ്ങളുടെ സഭയിലുള്ള മൂത്ത സഹോദരൻ നിങ്ങളെ കുറച്ചുകൂടെ വലിയ ഒരു ശുശ്രൂഷയിലേക്ക് നിങ്ങളെ ക്ഷണിച്ചേക്കാം. What will you do when that happens? അത് സംഭവിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? Will you tell your mom, now I don't have time to do the dishes because I have more work to do? നിങ്ങളുടെ അമ്മയോടൊപ്പം പറയുവോ, ഇപ്പോൾ അടുക്കളയിൽ സഹായിക്കാൻ എനിക്ക് കഴിയില്ല, കാരണം എനിക്ക് കൂടുതൽ ജോലികളുണ്ട്. The brother has asked me to help in the church. സഹോദരൻ എന്നെ സഭയിൽ സഹായിക്കാനായിട്ട് ക്ഷണിച്ചിട്ടുണ്ട്. That is more important than what I have to do at home. എനിക്ക് വീട്ടിൽ ഉള്ളതിനേക്കാൾ പ്രാധാന്യമുള്ളത് അതിനാണ്. See what David did. ദാവീദ് എന്താണ് ചെയ്തത്? Says in verse 15, it says, David went back and forth from Saul's palace to tend his father's flock at Bethlehem. Sorry, 1 Samuel 17 verse 15. 1 Samuel 17 was next chapter, 17 verse 15, sorry. 1 ശമൂവേൽ 17:15 വാക്യം. ദാവീദ് ശൗലിന്റെ അടുക്കൽ നിന്നും തന്റെ അപ്പന്റെ ആടുകളെ മേയ്ക്കുവാൻ ബത്ലഹേമിൽ പോയി വരിക പതിവായിരുന്നു. So even though he had this more important ministry in the king's palace, രാജാവിന്റെ കൊട്ടാരത്തിൽ കൂടുതൽ പ്രാധാന്യമുള്ള ശുശ്രൂഷ ഉണ്ടായിരുന്നെങ്കിലും he was so eager to go back and take care of what his father had commanded him to do. താൻ തന്റെ പിതാവ് തന്നെ ഏൽപ്പിച്ച കാര്യം ചെയ്യുവാനായിട്ട് വളരെ എരിവുള്ളവനായിരുന്നു. His father's duties were more important to him than the king's duties. തന്റെ പിതാവ് ഏൽപ്പിച്ച ആ ജോലിയായിരുന്നു രാജാവ് ഏൽപ്പിച്ച ജോലിയേക്കാൾ തനിക്ക് ഉണ്ടായിരുന്നത്. So he rushed back from the palace and said, I have to take care of my sheep. അതുകൊണ്ട് കൊട്ടാരത്തിൽ നിന്നും വേഗത്തിൽ പോയി എനിക്ക് ആടുകളെ കരുതണമെന്ന് പറഞ്ഞുകൊണ്ട് പോകുമായിരുന്നു. Brothers and sisters, when the Lord rewards you by giving you more, will you still be faithful with the humble little task that you started with? സഹോദരി സഹോദരന്മാരെ, ദൈവം നിങ്ങൾക്ക് കൂടുതലായിട്ട് കാര്യങ്ങൾ നൽകുമ്പോൾ നിങ്ങൾ ആദ്യം തുടങ്ങിയ ആ എളിമയുള്ള ചെറിയ പ്രവൃത്തിയിൽ നിങ്ങൾ തുടരുമോ? Are you eager to help your parents at home? നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ മാതാപിതാക്കളെ സഹായിക്കുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടായിരിക്കുമോ? Are you eager to be faithful in your studies?
നിങ്ങളുടെ പഠന കാര്യങ്ങളിൽ വിശ്വസ്തനായിരിക്കുവാൻ നിങ്ങൾ ഉത്സാഹമുള്ളവനായിരിക്കുമോ? Are you eager to be faithful in your work? നിങ്ങളുടെ ജോലിയിൽ വിശ്വസ്തനായിരിക്കുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് ഉത്സാഹമുണ്ടായിരിക്കുമോ? Some of you sisters may be saying, oh, anyway, I'm going to get married and I'm going to be a mother, and so I don't need to focus on my work. നിങ്ങളുടെ ചില സഹോദരിമാര് ഇങ്ങനെ പറഞ്ഞേക്കാം, ഏതായാലും ഞാൻ വിവാഹം കഴിച്ച ഒരു അമ്മയായിരിക്കാൻ പോവുകയാണ്, അതുകൊണ്ട് എനിക്ക് എന്റെ ജോലിയിൽ അത്ര ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതില്ല എന്ന്. God is testing you to see if you will be faithful with what He has assigned you today, and if you're not faithful to that, you will not be able to be a faithful mother. ദൈവം നിങ്ങളെ പരീക്ഷിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് തന്ന കാര്യങ്ങളിൽ നിങ്ങൾ വിശ്വസ്തര ആണോ? അങ്ങനെ അല്ല എങ്കിൽ നിങ്ങൾ ഒരു അമ്മ എന്ന നിലയിലും വിശ്വസ്തനായിരിക്കുവാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. In Luke chapter 16 verse 10, Jesus says, 16:10 യേശു പറയുന്നു, He who is faithful in a very little thing is also faithful in much, and he who is righteous in a very little thing is unrighteous in much. അത്യല്പത്തിൽ വിശ്വസ്തനായവൻ അധികത്തിലും വിശ്വസ്തൻ, അത്യല്പത്തിൽ നീതികെട്ടവൻ അധികത്തിലും നീതികെട്ടവൻ. So if you're not faithful in your home or in your studies, in your workplace, you won't be faithful when the Lord has called you to be a father or a mother or a husband or a wife or in ministry in the church. നിങ്ങൾ നിങ്ങളുടെ ഭവനത്തിലോ നിങ്ങളുടെ ജോലി സ്ഥലത്തോ നിങ്ങളുടെ പഠന കാര്യങ്ങളിലോ വിശ്വസ്തനല്ലെങ്കിൽ അതിന്റെ മുകളിലായിട്ട് സഭയിലോ നിങ്ങൾ ഒരു അപ്പൻ എന്ന നിലയിലോ അമ്മ എന്ന നിലയിലോ ഒക്കെ വിശ്വസ്തനായിരിക്കുവാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. And verse 11 says, if you have not been faithful in the use of unrighteous money, who will entrust true riches to you? 11-ാം വാക്യം പറയുന്നത്, നിങ്ങൾ അനീതിയുള്ള മാമോനിൽ വിശ്വസ്തരായില്ല എങ്കിൽ സത്യമായ നിങ്ങളെ ആര് ഭരമേൽപ്പിക്കും? We are studying to get a job to earn money. നാം ഒരു ജോലി ലഭിച്ച് പണം സമ്പാദിക്കുവാനാണ് പഠിക്കുന്നത്. And we're working to earn money. നാം ജോലി ചെയ്യുന്നതും പണം സമ്പാദിക്കുന്നതിന് വേണ്ടിയാണ്. So we can see that if we are not faithful with our studies, which is meant for a job, or we're not faithful with our work, which is meant to earn money, then God won't be able to entrust the true riches, which is building His church and building a godly home to us. നാം പഠനകാര്യത്തിൽ അതൊരു ജോലി ലഭിക്കുന്നതിന് വേണ്ടിയുള്ള പഠനം, അതുപോലെ ജോലിയുടെ കാര്യത്തിൽ അത് പണം സമ്പാദിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യം, അതിൽ നാം വിശ്വസ്തരായില്ലെങ്കിൽ, പണത്തിന്റെ കാര്യത്തിൽ വിശ്വസ്തരായില്ലെങ്കിൽ ദൈവം യഥാർത്ഥത്തിലുള്ള സമ്പത്ത് നിങ്ങൾക്ക് നൽകിയില്ല. അത് കർത്താവിന്റെ ഭവനം പണിയുന്നതിനും സഭയുടെ പണിയിൽ ഏർപ്പെടുന്നതിനും ഒക്കെ ഉള്ള ആ കാര്യത്തിൽ കർത്താവ് നിങ്ങളെ ഏൽപ്പിക്കുകയില്ല. Many young people ask me, how do I balance spending time with God when my work is so busy and my school is so busy? പല ചെറുപ്പക്കാരും എന്നോട് ചോദിക്കാറുണ്ട്, ഞാൻ എങ്ങനെയാണ് എൻ്റെ ജോലി സമയവും കർത്താവുമൊത്തുള്ള സമയവും ചെലവഴിക്കുന്നതും തമ്മിൽ ചേർന്ന് കൊണ്ടുപോകുന്നത്? എൻ്റെ ജോലിയിൽ വളരെ ഞാൻ തിരക്കുള്ളവനാണ്, എൻ്റെ പഠനം വളരെ അധികമുണ്ട് പഠിക്കാൻ. Brothers and sisters, being faithful with studying for your exam and being faithful in doing your work diligently is spending time with God. സഹോദരിമാരെ, നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ശരിയായ രീതിയിൽ പഠിക്കുന്നതും നിങ്ങൾക്ക് ചെയ്യേണ്ട ജോലി ശരിയായ രീതിയിൽ ചെയ്യുന്നതും അതാണ് കർത്താവിനോടൊത്ത് സമയം ചെലവഴിക്കുന്നത് പോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യം. So whether you're listening to God in the morning when you wake up, or whether you're writing a work email, or whether you're studying for an exam, you should all the time be spending time with God. നിങ്ങൾ കർത്താവിനോടൊത്ത് രാവിലെ സമയം ചെലവഴിക്കുകയോ, നിങ്ങൾക്ക് ജോലി സംബന്ധമായിട്ട് ഒരു ഇമെയിൽ എഴുതുകയോ, അല്ലെങ്കിൽ നിങ്ങളുടെ പഠനം നിങ്ങൾ ചെയ്യുന്ന സമയത്തെല്ലാം കർത്താവിനോട് ഒത്താണ് സമയം ചെലവഴിക്കേണ്ടത്. Let me show you two verses which talk about this. First one is 1 Corinthians 10:31. ഇത് പറയുന്ന രണ്ട് വാക്യങ്ങൾ നിങ്ങളെ കാണിക്കട്ടെ. ആദ്യത്തേത് 1 കൊരിന്ത്യർ 10:31. Whether then you eat or drink, whatever you do all for the glory of God. ആകയാൽ നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും എല്ലാം ദൈവത്തിന്റെ മഹത്വത്തിനായി ചെയ്യുവിൻ. So it's not just reading the Bible, it's not just coming to church. അത് ബൈബിൾ വായിക്കുന്നത് മാത്രമല്ല, സഭയിൽ വരുന്നത് മാത്രമല്ല. When you're eating, when you're drinking, when you're playing, do it for the glory of God. നാം ഭക്ഷണം കഴിക്കുമ്പോൾ, നാം കുടിക്കുമ്പോൾ, നാം കളിക്കുമ്പോൾ ഇതെല്ലാം ദൈവത്തിന്റെ മഹത്വത്തിനായി ചെയ്യുവേൻ. Colossians 3:23. കൊലോസ്യർ 3:23. Whatever you do your work heartily as for the Lord and not for men. നിങ്ങൾ ചെയ്യുന്നതൊക്കെ മനുഷ്യർക്കെന്നല്ല കർത്താവിനെന്ന പോലെ മനസ്സോടെ ചെയ്യുവേൻ. So when you're studying in school, when you're working, you're not working for your boss, you're not studying for your teacher, you're doing it for the Lord. നിങ്ങൾ
സ്കൂളിൽ പഠിക്കുമ്പോഴോ നിങ്ങൾ ജോലി സ്ഥലത്ത് ജോലി ചെയ്യുമ്പോഴോ നിങ്ങളുടെ നിങ്ങളുടെ അധ്യാപകന് വേണ്ടിയല്ല നിങ്ങൾ പഠിക്കുന്നത്, നിങ്ങളുടെ മേലുദ്യോഗസ്ഥന് വേണ്ടിയല്ല നിങ്ങൾ ജോലി ചെയ്യുന്നത്, നിങ്ങൾ കർത്താവിന് വേണ്ടിയാണ് അത് ചെയ്യുന്നത്. The Lord is your boss. കർത്താവാണ് നിങ്ങളുടെ ബോസ്. The Lord is the one you're studying for. കർത്താവിന് വേണ്ടിയാണ് നിങ്ങൾ പഠിക്കുന്നത്. And therefore you're spending time with God even while you're doing those things. അതുകൊണ്ട് നിങ്ങൾ അതൊക്കെ ആ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും കർത്താവിനോടൊത്ത് സമയം ചെലവഴിക്കുകയാണ്. And this is the example we see even from David's life. ഇതാണ് ദാവീദിന്റെ ജീവിതത്തിൽ നിന്നും നാം കാണുന്ന മാതൃക. Let's go back to 1 Samuel 17. നമുക്ക് 1 ശമൂവേൽ 17 മടങ്ങി വരാം. So we just read in verse 15 that David is going back and forth from the palace to his father's home to take care of the flock. നാം 15-ാം വാക്യത്തിൽ നിന്ന് കാണുന്നത് ദാവീദ് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുകയാണ്. രാജകൊട്ടാരത്തിൽ നിന്നും തന്റെ പിതാവിന്റെ ആടുകളുടെ അടുക്കേക്ക് പോകുന്നു, അവിടുന്ന് തിരിച്ച് കൊട്ടാരത്തിലേക്ക് വരുന്നു. And then in verse 17 of 1 Samuel 17, it says, Jesse his father said to David his son, take now for your brothers this roasted grain and these 10 loaves and run to the camp to your brothers. 17-ാം വാക്യത്തിൽ ഇശ്ശായി തന്റെ മകനായ ദാവീദിനോട് പറഞ്ഞത്, ഈ ഒരു പറ മലരും അപ്പം 10 എടുത്ത് പാളയത്തിൽ നിന്റെ സഹോദരന്മാരുടെ അടുക്കൽ വേഗം കൊണ്ടുവന്ന് കൊടുക്കുക. So now if David was in the palace and stayed and decided to stay the night in the palace, his father wouldn't have been able to send him on this mission. ഇപ്പോൾ ദാവീദ് രാത്രിയിൽ കൊട്ടാരത്തിൽ കഴിച്ചുകൂട്ടുവാൻ തീരുമാനിച്ചിരുന്നെങ്കിൽ ഇത് ദാവീദിനെ ഏൽപ്പിക്കുവാൻ പിതാവിന് കഴിയുകയില്ലായിരുന്നു. But because he came back to take care of the sheep, his father was able to assign this mission to him. എന്നാൽ തന്റെ ആടുകളെ മേയ്ക്കുവാനായിട്ട് തിരിച്ചു വന്നതുകൊണ്ട് പിതാവിന് ഈ കാര്യവും കൂടി ദാവീദിനെ ഏൽപ്പിക്കുവാൻ കഴിഞ്ഞു. If he had stayed in the night in the palace, his father would have had to find someone else to send food to his brothers. രാത്രിയിൽ കൊട്ടാരത്തിൽ താമസിക്കുവാൻ തീരുമാനിച്ചിരുന്നെങ്കിൽ പിതാവിന് ഭക്ഷണവുമായിട്ട് മറ്റാരെങ്കിലും അയക്കണമായിരുന്നു. And did David say, did David say, oh, I need to help out the king by playing music for the king, so I can't do this for you, find someone else? ദാവീദ് ഇങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് രാജാവിന്റെ കൊട്ടാരത്തിൽ രാജാവിനെ സഹായിക്കേണ്ടതുണ്ട്, ഇത് ചെയ്യുവാൻ മറ്റാരെങ്കിലും കണ്ടെത്തുക എന്ന്. Some of you may be playing music in the church like David was for the king. ദാവീദ് രാജാവിന് വേണ്ടി ചെയ്തതുപോലെ നിങ്ങൾ ചിലർ സഭയിൽ സംഗീതമൊക്കെ പ്ലേ ചെയ്യുന്നവരായിരിക്കാം. Do you see that as a more important ministry for God than obeying your father? അത് നിങ്ങളുടെ പിതാവിനെ അനുസരിക്കുന്നതിലും വലിയ ഒരു ശുശ്രൂഷയായിട്ട് നിങ്ങൾ കാണുന്നുണ്ടോ? And then we go on to verse 18. It says, bring also these 10 cuts of cheese to the commander of their 1,000 and look into the welfare of your brothers and bring back news of them. 18-ാം വാക്യത്തിൽ ഈ പാൽക്കട്ട 10 സഹസ്രാധിപന് കൊടുക്കുക, നിന്റെ സഹോദരന്മാരുടെ ക്ഷേമം ചോദിച്ച് ലക്ഷ്യവും വാങ്ങി വരിക. So what is this special mission David is assigned? ഈ ദാവീദിനെ ഏൽപ്പിച്ചിരിക്കുന്ന പ്രത്യേക ദൗത്യം എന്താണ്? Is it to go fight in the battle with his brothers? തന്റെ സഹോദരന്മാരുമൊത്ത് ചേർന്ന് യുദ്ധം ചെയ്യുന്നതാണോ? No, even this is a small task. Just go take some food to your brothers. ഇതൊരു ചെറിയൊരു പ്രവൃത്തിയാണ്, നിന്റെ സഹോദരന്മാർക്ക് ഭക്ഷണം കൊണ്ട് എത്തിച്ചു കൊടുക്കുക. And I love this phrase, look into the welfare of your brothers. ഈ കാര്യം എനിക്ക് വളരെ ഇഷ്ടമാണ്. നിങ്ങൾ നിന്റെ സഹോദരന്മാരുടെ ക്ഷേമം അന്വേഷിക്കുക. Brothers and sisters, if you're faithful with the little things like David was with taking care of the sheep. സഹോദരന്മാരെ, നിങ്ങൾ ദാവീദ് ആയിരുന്നതുപോലെ ചെറിയ കാര്യങ്ങൾ തന്റെ ആടുകളെ മേയ്ക്കുവാൻ ആയിരുന്നതുപോലെ ചെറിയ കാര്യങ്ങൾ വിശ്വസ്തരാണെങ്കിൽ, your heavenly father may not give you a big ministry that will make you popular. നിങ്ങളുടെ സ്വർഗീയ പിതാവ് നിങ്ങളെ ജനപ്രിയരാക്കുന്ന വലിയൊരു ശുശ്രൂഷയല്ല നിങ്ങൾക്ക് നൽകുന്നത്. But he will say, look into the welfare of your brothers and sisters. നിങ്ങളുടെ പിതാവ് നിങ്ങളോട് പറയും, നിങ്ങളുടെ സഹോദരന്മാരുടെ ക്ഷേമം അന്വേഷിക്കുക. Share a word of encouragement if you see that they are down and discouraged. അവര് നിരുത്സാഹത്തിൽ ഇരിക്കുന്നതെന്ന് നിങ്ങൾ കാണുന്നെങ്കിൽ അവർക്ക് ഉത്സാഹത്തിന്റെ ഒരു വചനം അവരോട് പറയുക. If they are in some practical need of help them out practically. അവർ പ്രാക്ടിക്കലായിട്ട് എന്തെങ്കിലും ആവശ്യത്തിലായിരിക്കുന്നെങ്കിൽ ആ പ്രായോഗിക കാര്യത്തിൽ അവരെ സഹായിക്കുക. This is what it means to be faithful with little and then a little bit more. ഇതാണ് ചെറിയ കാര്യത്തിൽ വിശ്വസ്തനായിരിക്കുക എന്നുള്ളതും അതിനുശേഷം അതിനേക്കാൾ കുറച്ചുകൂടെ വലിയ കാര്യങ്ങൾ. And so what did David do? In verse 20 it says, David arose early in the morning and left the flock with a keeper and took the supplies and went as Jesse had commanded him.
20-ാം വാക്യത്തിൽ ദാവീദ് എന്താണ് ചെയ്തത്? അങ്ങനെ ദാവീദ് അതികാലത്ത് എഴുന്നേറ്റ് ആടുകളെ കാവൽക്കാരന്റെ പക്കൽ വിട്ടേച്ച് ഇശ്ശായി തന്നോട് കൽപ്പിച്ചതൊക്കെയും എടുത്തുകൊണ്ട് ചെന്നു. So we know that David early in the morning, the first thing he does is he calls out to God. We read that in Psalms chapter 5 in the beginning, right? നാം ആദ്യം സങ്കീർത്തനം 5-ൽ വായിച്ചല്ലോ, ദാവീദ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആദ്യം ചെയ്യുന്നത് കർത്താവിനെ കേൾക്കുക എന്നതാണെന്ന്. And what do you think God told him when he was listening to him? താൻ കർത്താവിനെ കേട്ടപ്പോൾ ദൈവം എന്തായിരിക്കാം ദാവീദിനോട് പറഞ്ഞത്? God told him, go obey what your father told you to do. ദൈവം പറഞ്ഞത്, നീ പോയി നിന്റെ അപ്പൻ പറഞ്ഞ കാര്യം അനുസരിക്കുക. And even then he doesn't abandon his task. He finds somebody else who can help be faithful with the sheep. ആ സമയത്ത് പോലും തന്റെ പ്രവൃത്തി അവൻ ഉപേക്ഷിച്ച് കളയുന്നില്ല. തന്റെ ആടുകളെ വിശ്വസിച്ചേൽപ്പിക്കാൻ കഴിയുന്ന ഒരാളെ കണ്ടെത്തുന്നു. And he exactly obeyed what his father told him to do. തന്റെ പിതാവ് ചെയ്യാൻ പറഞ്ഞ കാര്യം അതേപോലെ അനുസരിച്ചു. And you see an eagerness here to wake up early and obey the Lord. അവിടെ ഒരു ഉത്സാഹം, രാവിലെ എഴുന്നേറ്റ് കർത്താവിനെ അനുസരിക്കുന്നതിനുള്ള ഉത്സാഹം നാം കാണുന്നു. So then we carry on with the story. He comes to the camp, and then we'll go to verse 28. Verse 28, he meets his older brother. അങ്ങനെ അത് കഥ തുടരുമ്പോൾ നാം ദാവീദ് സഹോദരന്മാരുടെ അടുക്കൽ ചെന്ന് തന്റെ മൂത്ത ജ്യേഷ്ഠനെ കണ്ടു. And it says, now Eliab, his oldest brother, heard when he spoke to the men, and Eliab's anger burned against David, and he said, why have you come down? And with whom have you left those few sheep in the wilderness? I know your insolence and the wickedness of your heart, for you have come down in order to see the battle. 28-ാം വാക്യത്തിൽ അവരോട് അവൻ സംസാരിക്കുന്നത് തന്റെ മൂത്ത ജ്യേഷ്ഠൻ ഏലിയാബ് കേട്ട് ദാവീദിനോട് കോപിച്ചു, നീ ഇവിടെ എന്തിനു വന്നു? മരുഭൂമിയിൽ ആ കുറെ ആടുള്ളത് നീ ആരുടെ പക്കൽ വിട്ടേച്ചു പോന്നു? നിന്റെ അഹങ്കാരവും നിഗളഭാവവും എനിക്കറിയാം, പട കാണുവാനല്ലേ നീ വന്നത് എന്ന് പറഞ്ഞു. And you can see here that David is being faithful with a very small thing that his father has told him to do. നാം ഇവിടെ കാണുന്നത് ദാവീദ് തനിക്ക് ഏൽപ്പിച്ചിരിക്കുന്ന, തന്റെ പിതാവ് ഏൽപ്പിച്ച ചെറിയ കാര്യത്തിൽ വിശ്വസ്തയോടെ ആയിരുന്നു. He's come to give food to Eliab. ഏലിയാബിന് ഭക്ഷണം നൽകുവാൻ വേണ്ടി വന്നിരിക്കുകയാണ്. And he's come to check on the welfare of Eliab. ഏലിയാബിന്റെ ക്ഷേമം അന്വേഷിക്കാൻ വന്നതാണ്. To give a word of encouragement to Eliab. ഏലിയാബിനെ ഒരു ഉത്സാഹത്തിന്റെ വചനം നൽകുവാൻ വന്നതാണ്. But Eliab has completely misunderstood him and has completely misunderstood his motive. എന്നാൽ ഏലിയാബ് അവനെ പൂർണ്ണമായിട്ടും തെറ്റിദ്ധരിച്ചു, അവന്റെ ഉദ്ദേശമൊക്കെ തെറ്റിദ്ധരിച്ചു. What will you do, young brothers and sisters, when you are being faithful and obedient to the Lord, but some other brother is misunderstanding your motive? നിങ്ങൾ കർത്താവിനോട് വിശ്വസ്തനും അനുസരണമുള്ളവനും ആയിരിക്കുന്ന സമയത്ത് മറ്റേതെങ്കിലും ഒരു സഹോദരൻ നിങ്ങളുടെ ഉദ്ദേശത്തെ തെറ്റിദ്ധരിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും സഹോദരൻ? Am I going to be disturbed and try and argue with them and seek their approval? ആ കാര്യത്തിൽ നിങ്ങൾക്ക് അസ്വസ്ഥനായിട്ട് അവരോട് വാദിച്ച് നിങ്ങൾ ശരിയാണെന്ന് തെളിയിക്കാൻ നിങ്ങൾ ശ്രമിക്കുമോ? Or am I content to do my work before God and only seek his approval? അതോ ദൈവത്തിന്റെ മുമ്പിൽ എന്റെ ജോലി ചെയ്യുന്നതിൽ തൃപ്തനായിരുന്ന് ദൈവത്തിന്റെ അംഗീകാരം മാത്രം അന്വേഷിക്കുമോ? So you can see, instead of getting a thank you from his brothers, he got a complaint and an argument. അവന്റെ സഹോദരനിൽ നിന്ന് ഒരു നന്ദി ലഭിക്കുന്നതിന് പകരമായിട്ട് ശാസനയും ഒരു തർക്കവുമാണ് അവിടെ വന്നത്. But it didn't bother him because the only person he was serving was God. എന്നാൽ അത് ദാവീദിനെ അസ്വസ്ഥനാക്കിയില്ല, കാരണം ദാവീദ് സേവിച്ചത് കർത്താവിനെ മാത്രമായിരുന്നു. So then we can move on to the story, and David comes to Saul, and in verse 33 Saul says, you are not able to go against this Philistine to fight with Goliath, for you are but a youth, while he has been a warrior from his youth. ദാവീദ് അത് തുടരുമ്പോൾ ദാവീദ് ശൗലിന്റെ അടുക്കൽ വരുമ്പോൾ ശൗല് ദാവീദിനോട് പറയുന്നത് 33-ാം വാക്യം, ഈ ഫെലിസ്തീനോട് ചെന്ന് അംഗം പൊരുതുവാൻ നിനക്ക് പ്രാപ്തിയില്ല, നീ ബാലനത്രേ, അവനോ ബാല്യം മുതൽ യോദ്ധാവാകുന്നു എന്ന് പറഞ്ഞു. And brothers and sisters, while you're being faithful with little things, other people might despise you because you're young. സഹോദരീസഹോദരന്മാരെ, നിങ്ങൾ ചെറിയ കാര്യത്തിൽ വിശ്വസ്തനായിരിക്കുമ്പോൾ മറ്റുള്ളവർ നിങ്ങൾ ചെറുപ്പമാണെന്നുള്ള കാര്യത്തിൽ നിങ്ങളെ തുച്ഛീകരിച്ചേക്കാം. The system of this world might despise you. ഈ ലോകത്തിന്റെ വ്യവസ്ഥിതി നിങ്ങളെ നിന്ദിച്ചേക്കാം. Your friends might despise you. നിങ്ങളുടെ സുഹൃത്തുക്കൾ നിങ്ങളെ നിന്ദിച്ചേക്കാം. Oh, instead of coming to this party or coming to do this thing with the friends, you're just staying at home to help your parents. നിങ്ങൾ സുഹൃത്തുക്കളുമൊത്ത് ഈ പാർട്ടിക്ക് വരികയോ മറ്റു കാര്യം ചെയ്യാൻ പോവുകയോ ചെയ്യുന്നതിന് പകരം
നിങ്ങളുടെ വീട്ടിലിരുന്നുകൊണ്ട് മാതാപിതാക്കളെ സഹായിക്കാൻ ഇരിക്കുകയാണ്. It says about Jesus that he despised the shame that was associated with this. യേശുവിനെ കുറിച്ച് പറയുന്നത് ഇതിലൂടെ ഉണ്ടായിരുന്ന ആ നിന്നയെ കർത്താവ് തള്ളിക്കളഞ്ഞു എന്നാണ്. Because he was so eager to obey only his father. കാരണം തന്റെ പിതാവിനെ മാത്രം അനുസരിക്കുന്നതിൽ അത്രമാത്രം ജാഗ്രതയോടെ ആയിരുന്നു. Don't let anyone despise you because you're young. Trust that the Lord values you. നിങ്ങൾ ചെറുപ്പമായിരിക്കുന്നത് കൊണ്ട് ആരും നിങ്ങളെ നിന്ദിക്കുവാനായിട്ട് ഇടയാകാതെ കർത്താവ് നിങ്ങളെ വിലമതിക്കുന്നു എന്നുള്ളത് വിശ്വസിക്കുക. And you can see this attitude from David in verse 37. It says, the Lord, he says, David said, the Lord who delivered me from the paw of the lion and from the paw of the bear, he will deliver me from the hand of the Philistine. ദാവീദിന്റെ ആ മനോഭാവം നമുക്ക് 37-ാം വാക്യത്തിൽ കാണാൻ കഴിയും. ദാവീദ് പിന്നെയും സിംഹത്തിന്റെ കയ്യിൽ നിന്നും കരടിയുടെ കയ്യിൽ നിന്നും എന്നെ രക്ഷിച്ച കർത്താവ് ഈ ഫിലിസ്ത്യന്റെ കയ്യിൽ നിന്നും എന്നെ രക്ഷിക്കും എന്ന് പറഞ്ഞു. So we can see, even though David has put his trust completely in the Lord. ഇവിടെ നാം കാണുന്നത് ആ സമയത്തും ദാവീദ് പൂർണ്ണമായിട്ടും തന്റെ ആശ്രയം കർത്താവിലാണ് വെച്ചത്. Even the accomplishments that he has made so far in his life as a shepherd, he says, God is the one who accomplished that, not me. താൻ ഒരു ഇടയൻ എന്ന നിലയിൽ ചെയ്ത് വിജയിച്ച കാര്യങ്ങളെ ദൈവം അത് എന്നിൽ ചെയ്തതാണെന്നാണ് ദാവീദ് പറയുന്നത്, ഞാനല്ല. Then it says Saul told David to put on his armor, put on Saul's armor to go fight Goliath in verse 38. 38-ാം വാക്യത്തിൽ ശൗല് തന്റെ പടയങ്കി ദാവീദിനെ ധരിപ്പിച്ചു. In verse 39, David girded his sword over his armor and tried to walk, for he had not tested them. So David said to Saul, I cannot go with these, for I have not tested them. 39-ാം വാക്യത്തിൽ പടയങ്കി മേൽ അവന്റെ വാളും കെട്ടി ദാവീദ് നടക്കുവാൻ നോക്കി, എന്നാൽ അവന് ശീലമില്ലായിരുന്നു. ദാവീദ് ശൗലിനോട്, ഞാൻ ശീലിച്ചിട്ടില്ലായകയാൽ ഇവ ധരിച്ചുകൊണ്ട് നടക്കുവാൻ എനിക്ക് കഴിയുകയില്ല എന്ന് പറഞ്ഞു. And I love that phrase, he had not tested them. ഇത് ഞാൻ ശീലിച്ചിട്ടില്ല എന്ന് പറഞ്ഞ ആ കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടു. David had fought lions and bears, but he had not tested it with swords and shields. ദാവീദ് ആടുകളെയും സിംഹങ്ങളെയും കരടികളെയും ജയിച്ചതാണ്, എന്നാൽ അത് വാളുകൊണ്ട് അല്ല അത് ചെയ്തത്. What does that mean? അതെന്താണ് അതിന്റെ അർത്ഥം? He had not used his human strength and his human techniques that the world or the worldly techniques to try and fight his battles. താൻ ഈ മാനസികമായിട്ടുള്ള ടെക്നിക്കുകളല്ല തന്റെ യുദ്ധം ചെയ്യാനായിട്ട് ഉപയോഗിച്ചത്. He had not been tested in his trials by using human techniques. തന്റെ ഈ കാര്യങ്ങളൊക്കെ മാനസികമായിട്ടുള്ള സൂത്രങ്ങൾ കൊണ്ടല്ല അവൻ അത് ചെയ്തത്. All he knew how to do was carry a shepherd's bag and depend on the Lord. തനിക്ക് ചെയ്യാൻ അറിയാമായിരുന്ന ഒരേ ഒരു കാര്യം ഒരു ഇടയന്റെ ബാഗ് കൊണ്ടു നടന്ന് കർത്താവിൽ ആശ്രയിക്കുക എന്നുള്ളതായിരുന്നു. And that's what we see in verse 40. It says, he took his stick in his hand, chose for himself smooth stones from the brook, and he put them in his shepherd's bag, which he had even in his pouch, and his sling was in his hand, and he approached the Philistine. അതാണ് നാം 40-ാം വാക്യത്തിൽ വായിക്കുന്നത്. പിന്നെ അവൻ വടിയെടുത്ത് തോട്ടിൽ നിന്നും മിനുസമുള്ള 5 കല്ലും തിരഞ്ഞെടുത്തു, ഇടയ സഞ്ചിയായ പൊക്കണത്തിൽ ഇട്ടു, കയ്യിൽ കവണിയുമായി ഫിലിസ്ത്യനോട് അടുത്തു. And we can see that David had tested only the shepherd's bag against the bear and the lion, and that's all he was used to in depending on the Lord. ഇവിടെ നാം കാണുന്നത് ദാവീദിനെ സംബന്ധിച്ചും ആ കല്ലുകളും ഇടയസഞ്ചിയും മാത്രമായിരുന്നു അവന് ശീലമുണ്ടായിരുന്നത്. അതിലാണ് അവൻ പരീക്ഷിച്ചിട്ടുള്ളത്. In verse 42 it says the Philistine looked and saw David and he disdained him, for he was a youth. 42-ാം വാക്യത്തിൽ ഫിലിസ്ത്യൻ നോക്കി ദാവീദിനെ കണ്ടപ്പോൾ അവനെ നിന്ദിച്ചു. And you can see here the people of the world, brothers and sisters, might look at you and they may look down at you. ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും, ഈ ലോകത്തിലെ ആളുകൾ സഹോദരന്മാരെ നിങ്ങളെ നോക്കി അവർ നിങ്ങളെ വില കുറച്ച് കണ്ടേക്കാം. But don't use your sword and spear against them. എന്നാൽ നിങ്ങളുടെ വാളും കുന്തവും അവരുടെ നേരെ നിങ്ങൾ പ്രയോഗിക്കരുത്. Verse 45 it says, David said to the Philistine, you come to me with a sword, a spear and javelin, but I come to you in the name of the Lord. 45-ാം വാക്യത്തിൽ ദാവീദ് ഫിലിസ്ത്യനോട് പറഞ്ഞത്, നീ വാളും കുന്തവും വേലുമായി എന്റെ നേരെ വരുന്നു, ഞാനോ നീ നിന്ദിച്ചിട്ടുള്ളത് ഇസ്രായേൽ നിരകളുടെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തിൽ നിന്റെ നേരെ വരുന്നു. In verse 47 it says that all this assembly may know that the Lord does not deliver by sword and by spear, for the battle is the Lord's. 47-ാം വാക്യം
കർത്താവ് വാൾ കൊണ്ടും കുന്തം കൊണ്ടുമല്ല രക്ഷിക്കുന്നത് എന്ന് ഈ സംഘമെല്ലാം അറിയുവാൻ ഇടവരും. The Lord doesn't need you to fight these battles. He will fight them for you. നിങ്ങൾ കർത്താവിന് വേണ്ടി ഈ യുദ്ധം ചെയ്യണമെന്നല്ല ആഗ്രഹിക്കുന്നത്, അവൻ നിങ്ങൾക്ക് വേണ്ടി ഇത് ചെയ്യും. And so we can see here that David was in verse 4, he was very content to just go in the name of the Lord and knowing that the Lord would deliver him. ദാവീദ് കർത്താവിന്റെ നാമത്തിൽ പോകുവാനും കർത്താവ് അവനെ വിടുവിക്കുമെന്ന് വിശ്വസിക്കുന്ന കാര്യത്തിലും തൃപ്തിയോടെ ആയിരുന്നു. And then we know the rest of the story. He defeats Goliath. ബാക്കി ആ കഥയുടെ കാര്യം നിങ്ങൾക്കറിയാമല്ലോ. ഗോലിയാത്തിനെ അവൻ തോൽപ്പിച്ചു. So now I've told you the long version. ഇപ്പോൾ ഞാൻ അതിന്റെ നീണ്ട ആ ഒരു വെർഷൻ നിങ്ങളോട് പറഞ്ഞു. David was not a big hero. ദാവീദ് വലിയൊരു വീരനായ വ്യക്തിയായിരുന്നില്ല. He was just faithful with a little thing of taking care of his sheep. എന്നാൽ ആടുകളെ മേയ്ക്കുക എന്നുള്ള ചെറിയ കാര്യത്തിൽ വിശ്വസ്തനായിരുന്നു. And because he was faithful to taking care of his sheep, his father was able to send them to be faithful to bring food to his brothers. താൻ ആ ആടുകളെ മേയ്ക്കുന്ന കാര്യത്തിൽ വിശ്വസ്തനായിരുന്നതുകൊണ്ട് പിതാവിന് സഹോദരങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുവാൻ അവനെ അയക്കുവാൻ കഴിഞ്ഞു. And because he was faithful in obeying his father, he was able to be bold to take on the enemy. താൻ തന്റെ പിതാവിനെ അനുസരിക്കുന്ന കാര്യത്തിൽ വിശ്വസ്തനായിരുന്നതുകൊണ്ട് താൻ തന്റെ ശത്രുവിനെതിരെ നിൽക്കുവാനായിട്ട് ശക്തനായി തീർന്നു. And because he was faithful in protecting his sheep from a bear or a lion, God was able to use that same practice to help him to be faithful in a public place. തന്റെ ആടുകളെ സിംഹത്തിൽ നിന്നും കടലിൽ നിന്നും രക്ഷിക്കുവാനായിട്ട് വിശ്വസ്തനായിരുന്നതുകൊണ്ട് അതേ രീതി ഒരു പൊതുവായ സ്ഥലത്ത് തനിക്ക് വേണ്ടി നിൽക്കുവാനായിട്ട് കർത്താവ് അവനെ കൊണ്ട് അത് ചെയ്യിച്ചു. Brothers and sisters, some of you may be looking to do big things in the workplace. സഹോദരന്മാരെ, നിങ്ങൾ ചിലരൊക്കെ ജോലി സ്ഥലത്ത് വലിയൊരു കാര്യം ചെയ്യാനായിട്ട് ആഗ്രഹത്തോടെ ആയിരിക്കാം. You may be looking to do big things be very successful in your studies. നിങ്ങളുടെ പഠനത്തിൽ വളരെ വിജയമുള്ളവരായിരിക്കാനായിട്ട് നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നവരായിരിക്കാം. You may be looking to get the best wife or the best husband possible. നിങ്ങൾ ഒരുപക്ഷെ ഏറ്റവും നല്ല ഭാര്യയോ ഏറ്റവും നല്ല ഭർത്താവിനെയോ ലഭിക്കുന്നതിന് കാത്തിരിക്കുന്നവരായിരിക്കാം. Or you want a big ministry in the church, playing the music or sharing your testimony. അതല്ലെങ്കിൽ സഭയിൽ വലിയൊരു ശുശ്രൂഷ നിങ്ങൾ കാത്തിരിക്കുന്നവരായിരിക്കാം, മ്യൂസിക് പ്ലേ ചെയ്യുന്നതോ സാക്ഷ്യം പറയുന്നതോ ആയിട്ടൊക്കെ ഉള്ളത്. But the Lord is testing you to see, will you be faithful with the bear and the lion when nobody is watching? എന്നാൽ കർത്താവ് നിങ്ങളെ പരീക്ഷിക്കുന്നത്, നിങ്ങൾ ഈ ചെറിയ കാര്യത്തിൽ വിശ്വസ്തനാണോ? നിങ്ങൾ സിംഹത്തെയും കരടിയെയും നേരിടുന്ന കാര്യത്തിൽ മറ്റാരും ശ്രദ്ധിക്കുന്നില്ലാത്ത സമയത്ത്. Will you be faithful to obey your parents when nobody else can, when you get zero credit for it? അതിന് നിങ്ങളുടെ മാതാപിതാക്കളെ അനുസരിക്കുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് പ്രതിഫലമൊന്നും ലഭിക്കുന്നില്ലാത്ത സമയത്തും നിങ്ങൾ അത് ചെയ്യുവാൻ തയ്യാറാണോ? Will you be faithful to listen to what your heavenly father is telling you to do when nobody else can see? മറ്റാരും കാണുന്നില്ലാത്ത സമയത്ത് നിങ്ങളുടെ സ്വർഗീയ പിതാവ് നിങ്ങളോട് ചെയ്യാൻ ആവശ്യപ്പെടുന്ന കാര്യത്തിൽ നിങ്ങൾ വിശ്വസ്തരാണോ? Will you be faithful to listen early in the morning to what the Lord has to speak to you? നിങ്ങൾ അതിരാവിലെ കർത്താവ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ കേൾക്കുന്ന കാര്യത്തിൽ വിശ്വസ്തരാണോ? Will you be faithful to obey early in the morning to what the Lord has told you? അതിരാവിലെ കർത്താവ് നിങ്ങളോട് സംസാരിച്ച കാര്യം അനുസരിക്കുന്ന കാര്യത്തിൽ നിങ്ങൾ വിശ്വസ്തരാണോ? And will you be faithful to meditate in the night watches on his word? രാത്രിയാമങ്ങളിൽ കർത്താവിന്റെ വചനം ധ്യാനിക്കുന്ന കാര്യത്തിൽ നിങ്ങൾ വിശ്വസ്തരാകുമോ? All this when nobody is watching. ഇതെല്ലാം ആരും കാണാത്ത സമയത്ത്. And if the Lord sees you as faithful with those things, then he can entrust you with true riches. നിങ്ങൾ ഈ സമയത്തൊക്കെ വിശ്വസ്തനാണെന്ന് കർത്താവ് കാണുമ്പോൾ അവൻ നിങ്ങൾക്ക് യഥാർത്ഥ ധനം ഏൽപ്പിക്കുവാൻ കഴിയും. So brothers and sisters, I encourage you to keep your face in the dust like we heard. സഹോദരന്മാരെ, ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കട്ടെ, നിങ്ങളുടെ മുഖം പൊടിയിൽ വെക്കുന്നത് നാം കേട്ടതുപോലെ. To be quick to listen and slow to speak. കേൾക്കുന്നതിന് വേഗതയും പറയുന്നതിന് താമസവുമുള്ളവരായിരിക്കുന്നത്. To silently wait for the Lord. കർത്താവിനെ വേണ്ടി നിശബ്ദതയോടെ കാത്തിരിക്കുന്നത്. To bear the yoke that the Lord is assigning you in your youth. കർത്താവ് നിങ്ങൾ മേൽ വെച്ചിരിക്കുന്ന, നിങ്ങളുടെ ചെറുപ്പകാലത്ത് വെച്ചിരിക്കുന്ന ആ നുകം ഏൽക്കുന്നത്.
to be willing to sit alone and be silent. നിങ്ങൾ ഒറ്റയ്ക്കിരുന്ന് നിശബ്ദനായിരിക്കുന്ന കാര്യം. And if you're faithful every day that way, maybe there is hope for you. നിങ്ങൾ ആ കാര്യത്തിൽ എല്ലാ ദിവസവും വിശ്വസ്തരായിരുന്നാൽ നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. The Bible says God resists the proud, but he gives his abundant grace to the humble. ബൈബിൾ പറയുന്നത് കർത്താവ് നിഗളികളെ എതിർത്ത് നിന്ന് സമൃദ്ധമായ കൃപ താഴ്മയുള്ളവർക്ക് കൊടുക്കുന്നു എന്നാണ്. May we be faithful with the little things God has assigned to us, just like David was. നമുക്ക് കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തരായിരിക്കാം ദാവീദ് ആയിരുന്നതുപോലെ. And then the Lord can use us to be godly husbands and godly wives and godly fathers, godly mothers. അപ്പോൾ കർത്താവിന് നമ്മളെ ദൈവഭക്തരായിട്ടുള്ള ഭർത്താക്കന്മാരും ദൈവഭക്തരായിട്ടുള്ള ഭാര്യമാരും ദൈവഭക്തരായിട്ടുള്ള അപ്പന്മാരും അമ്മമാരും ആക്കുവാൻ കഴിയും. And then the Lord can use us to be godly disciples who can build his church. അങ്ങനെ അപ്പോൾ കർത്താവിന് നമ്മളെ ദൈവഭക്തരായിട്ടുള്ള ശിഷ്യന്മാർ തന്റെ സഭയെ പണിയുവാൻ ഉപയോഗിക്കുന്ന ദൈവഭക്തരായിട്ടുള്ള ശിഷ്യന്മാരാകുവാനും കഴിയും. And only then can he entrust us with greater ministry in his church. അങ്ങനെ മാത്രമേ കർത്താവിന് തന്റെ സഭയിൽ ഉള്ള വലിയ ശുശ്രൂഷകൾ നമ്മളെ ഏൽപ്പിക്കാൻ കഴിയുകയുള്ളൂ. And when we get those greater ministries, may we still, like David, go back and be faithful with the small things that we always faithful with. അങ്ങനെ നമുക്ക് കൂടുതൽ വലിയ ശുശ്രൂഷ ലഭിക്കുമ്പോൾ ദാവീദ് തിരിച്ചു പോയി ചെറിയ കാര്യങ്ങളിൽ വിശ്വസനായിരുന്ന പോലെ നാം അങ്ങനെയും നമ്മൾ നേരത്തെ ഏൽപ്പിച്ചിരുന്ന കാര്യത്തിലും വിശ്വസനായിരിക്കണം. And may we always be in tune with God, never hanging up that phone call with God all day. നാം കർത്താവിനോട് എപ്പോഴും ആ ബന്ധത്തിൽ തുടരണം. ഒരിക്കലും ആ ഫോൺ കോൾ അവസാനിപ്പിക്കാതെ ദിവസം മുഴുവൻ അതിൽ തുടരണം. Amen. Amen. Let's pray. നമുക്ക് പ്രാർത്ഥിക്കാം. Thank you, Lord, for your words spoken today. കർത്താവേ, ഞങ്ങളോട് ഇന്ന് സംസാരിച്ച അങ്ങയുടെ വചനത്തിനായിട്ട് നന്ദി. I pray that we would learn from the example of David. ഞാൻ പ്രാർത്ഥിക്കുന്നത് ഞങ്ങൾ ദാവീദിന്റെ മാതൃകയിൽ നിന്ന് ഞങ്ങൾ പഠിക്കണമെന്നാണ്. To be faithful with the little that you have assigned us. അങ്ങ് ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ആ ചെറിയ കാര്യത്തിൽ വിശ്വസ്തരായിരിക്കേണ്ടതിന്. To be willing to obey you and seek your approval even when nobody else will notice. മറ്റാരും ഞങ്ങളെ അറിയാത്ത സമയത്തും കർത്താവിനെ അനുസരിക്കുന്നതിലും കർത്താവിന്റെ അംഗീകാരം തേടുന്നതിനും. May we start each day listening to you with the ear of a disciple. ഞങ്ങൾ ഓരോ ദിവസവും രാവിലെ ആരംഭിക്കുന്നത് അങ്ങയെ ശ്രവിച്ചുകൊണ്ട് ഒരു ശിഷ്യന്റെ ചെവി കൊണ്ട് ആരംഭിക്കണം. And may we end each day meditating on the word that you have given us. രാത്രിയിൽ ഞങ്ങളുടെ ദിവസം അവസാനിക്കുന്നത് അങ്ങ് ഞങ്ങൾക്ക് തന്ന വചനങ്ങളെ ധ്യാനിച്ചുകൊണ്ടായിരിക്കണം. And may we spend the day obeying what you have told us to do. പകൽ സമയം മുഴുവൻ ഞങ്ങൾ ചെലവഴിക്കേണ്ടത് അങ്ങ് ഞങ്ങളോട് സംസാരിച്ച കാര്യങ്ങൾ അനുസരിച്ചുകൊണ്ടായിരിക്കണം. And then may you give us the tongue of a disciple to encourage others through what you have encouraged us with. അപ്പോൾ അങ്ങ് ഞങ്ങളെ ഉത്സാഹിപ്പിച്ച കാര്യങ്ങൾ കൊണ്ട് മറ്റുള്ളവരെ ഉത്സാഹിപ്പിക്കേണ്ടതിന് ശിഷ്യന്മാരുടെ നാവ് ഞങ്ങൾക്ക് വേണം. Lord, I pray that each of these young brothers and young sisters would grow in a life of total dependence on you. കർത്താവേ, ഞാൻ പ്രാർത്ഥിക്കുന്നത് ഈ ഓരോ ചെറുപ്പക്കാരായിട്ടുള്ള സഹോദരന്മാരും സഹോദരിമാരും അങ്ങയോടുള്ള പൂർണ്ണമായിട്ടുള്ള ആശ്രയത്വത്തിൽ വളർന്നു വരണമെന്ന്. To put their face in the dust and be silent and to listen to what you have to say. അവരുടെ മുഖം പൊടിയിൽ ആഴ്ത്തിക്കൊണ്ട് നിശബ്ദതയോടെ അങ്ങ് പറയുന്നത് കേൾക്കുവാൻ ശ്രദ്ധയുള്ളവരായിട്ട്. That they may be established in humility all the days of their life. അവര് താഴ്മയിൽ അവരുടെ ജീവിതകാലം മുഴുവൻ താഴ്മയിൽ തുടരുന്നവരായിട്ട്. In Jesus' name, amen. യേശുവിന്റെ നാമത്തിൽ ആമേൻ.